ശ്രീജിത്ത്, ഫെബ്രുവരി 4-നാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങിയത്. ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേള അത് എങ്ങനെയായിരിക്കും? പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ലിമിറ്റഡ് സ്കോപ്പിലാണെങ്കിലും പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അമേരിക്കയിൽ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിലത്തേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന ആൾക്കാർക്കെതിരെ, അവരുടെ തീരുമാനങ്ങൾക്കെതിരെയൊക്കെ തന്നെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇവിടെ നൽകുന്ന ഒരു സന്ദേശം വളരെ ക്ലിയർ ആണ്. അതായത് ഞങ്ങളുടെ ആരൊക്കെയാണ്, അലൈസ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളുമായി എന്ത് തരത്തിലുള്ള സൗഹൃദ ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക്, കേവല സൗഹൃദത്തിനപ്പുറത്തേക്ക് പോളിസി മാറ്റേഴ്സിലാണെങ്കിലും, ഇനി അതല്ല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് സൈനിക സഹായം നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഫോർ ഗുഡ് ഓർ ബാഡ്, ഇപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി അബ്സല്യൂട്ട് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമുക്കതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നെതന്യാഹു അവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം നേരത്തെ കൊടുത്തിരുന്ന ഒരു ഇലക്ടറൽ പ്രോമിസ് അദ്ദേഹം ഫുൾഫിൽ ചെയ്യുകയാണ്. അതായത് അമേരിക്കൻ ജ്യൂസ് ആയിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നതിനെ വെച്ചു പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ഉണ്ടാകുന്നത് ഒരു ഫ്രണ്ട്ലി നേഷനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ്. കേവലം അമേരിക്കൻ പൗരന്മാരോട് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് അത് മറ്റൊരു സുഹൃത്ത് രാജ്യത്തിനോട് നൽകുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ കൂടി വേണം അതിനെ കാണാൻ. കാരണം ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായതിനു ശേഷം ലോകമെമ്പാടും പല രാജ്യങ്ങളിലും ജൂതന്മാരായിട്ടുള്ള ആൾക്കാർ പല തരത്തിലുള്ള വിവേചനത്തിന്, പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ തന്നെ വിധേയരായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വലിയ ഒരു ജൂയിഷ് ക്രൗഡ് ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എത്നിസിറ്റി ബേസ്ഡ് ആയിട്ട്, അതായത് അവരുടെ നാഷണാലിറ്റി മാത്രമല്ല അവരുടെ എത്നിസിറ്റി ബേസ്ഡ് ആയിട്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരു രാജ്യം തയ്യാറാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു കംഫർട്ടാണ് മറ്റൊരു രാജ്യത്തിന് നൽകുന്നത് എന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള കുറെ അധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിയമങ്ങളോ ഒന്നും തന്നെ ബാധകമല്ല. അതായത് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടുന്ന നിയമങ്ങളൊന്നും ബാധകമല്ല. പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പല ഈ ഇസ്കോൺ പോലെയുള്ള ഓർഗനൈസേഷനുകളൊക്കെ തന്നെ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും ഹിന്ദുക്കളായിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ട്, ബംഗ്ലാദേശികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യ സുരക്ഷ ഇതിനെയെല്ലാം തന്നെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിക്കുകയാണ്. പക്ഷെ അവരെ പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ആ രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ നേറ്റീവായിട്ട് നമ്മൾ കരുതുന്ന ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു എത്നിക് വിഭാഗത്തിനെ മറ്റൊരു രാജ്യത്ത് പരിരക്ഷ നൽകുകയാണ് എങ്കിൽ അത് നമ്മളെ കൂടി ഓണർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ്? ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ ഇന്ത്യക്കാരെന്ന് നമുക്ക് കരുതാവുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എത്നിസിറ്റിയിലുള്ള, നമ്മുടെ ഇവിടെയുള്ള മതത്തിൽ പെടുന്ന ഒരാൾ മറ്റൊരു രാജ്യത്ത് പോകുന്നു. പക്ഷെ അവിടെ റിലീജിയസ് മൈനോറിറ്റി ആയതിന്റെ പേരിൽ അവരവിടെ ഡിസ്ക്രിമിനേഷനും അവരവിടെ പെർസിക്യൂഷനൊക്കെ തന്നെ വിധേയരായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ മറ്റൊരു രാജ്യത്തിന്, ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ തീരുമാനിക്കുകയും പാകിസ്ഥാൻ അവിടെയുള്ള ഹിന്ദു മൈനോറിറ്റീസിനെ, ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെ, സിഖ് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം തൃപ്തി ഉണ്ടാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അമേരിക്കയിലേക്ക് സന്ദർശനത്തിന് വരുന്ന ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും തന്റെ രാജ്യത്തിന്റെ എത്നിസിറ്റി ഉള്ള ആൾക്കാരെ, അമേരിക്കൻ പൗരന്മാരാണെങ്കിൽ കൂടി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരെ ആക്രമിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന ഏറ്റവും കടുത്ത നടപടിയായിട്ടുള്ള ഡിപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ റീഅഷ്വറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതവിടെ നടക്കുന്നു. ഒപ്പം കുറച്ചുകൂടി കടുപ്പത്തിൽ ഈ ആന്റി സെമറ്റിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മിലിറ്ററി കോപ്പറേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്ലി റിലേഷൻസ് എന്നൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക്, അതായത് പോളിസി മാറ്റേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു, അതേപോലെ തന്നെ സൈനികമായിട്ടുള്ള നടപടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൗരന്മാരുടെ സംരക്ഷണം എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഒരു രാജ്യത്തിന് താല്പര്യമുള്ള, അല്ലെങ്കിൽ എത്നിക് പ്രൊട്ടക്ഷൻ അവിടെ കിട്ടുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം അവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച സ്റ്റെപ്പാണ്.
നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ അതിനെതിരെ ഒരു വയലന്റ് പ്രൊട്ടസ്റ്റ് ഒരു രാജ്യത്ത് നടക്കുമ്പോൾ അതിനെ ഇനി വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, അവിടെ വിസിറ്റ് ചെയ്യുന്ന ഇസ്രായേലിന്റെ രാഷ്ട്ര തലവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ കംഫർട്ടിംഗ് ആയിട്ടുള്ള റീഅഷ്വറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മറ്റു ബന്ധങ്ങളിലും, നയതന്ത്ര ബന്ധങ്ങളിലാണെങ്കിലും മറ്റുള്ള ബന്ധങ്ങളിലാണെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയുമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് അമേരിക്ക നിങ്ങളുടെ ആക്ടിവിസത്തിനുള്ള സ്ഥലമല്ല. നിങ്ങൾ പഠിക്കാനാണ് ഇവിടെ വരുന്നത് എങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് വിസയിൽ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ട് പോവുക. പരിമിതമായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം എക്സസൈസ് ചെയ്യാം. അതിപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അത് എക്സസൈസ് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ സീറോ ടോളറൻസ് ആണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കരുതുന്നത് ഏതൊരു രാജ്യത്തിനും അവരവരുടെ സ്വന്തം വിഭവങ്ങളെ, അവരവരുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദേശത്ത് നിന്നുണ്ടാകുന്ന ആക്രമണത്തിനെ പ്രതിരോധിക്കുക എന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരല്ല എങ്കിൽ, അവർ മറ്റ് താല്പര്യങ്ങളുള്ള ആൾക്കാരാണ് എങ്കിൽ, ഏത് തരത്തിൽ അവർ ഇവിടെ വന്നിരിക്കുന്നതാണെങ്കിലും, ഇല്ലീഗൽ മൈഗ്രന്റ് ആയിക്കോട്ടെ, ലീഗലായിട്ടുള്ള മൈഗ്രന്റ് ആയിക്കോട്ടെ, സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വാലിഡ് അല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാർ നമുക്കും വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഏത് രാജ്യത്തിനാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ റീഅഷ്വറിംഗ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വന്തം ജനതയോടാണ്, ഒപ്പം സുഹൃത്ത് രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള എത്നിക് പ്രൊട്ടക്ഷനാണ്. അത് ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ അറ്റാക്ക് ഒക്കെ ഉണ്ടായതിനു ശേഷം വലിയ രീതിയിലത്തേക്കുള്ള ഭീഷണി ഉണ്ടാകുന്നു. അമേരിക്കയിൽ അവരുടെ വലിയ ഒരു ഡയസ്പോറയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് ഒരു രാജ്യ തലവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനമായിരിക്കുമെന്നും അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം തീരുമാനങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.